കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലേ? ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചാള സ്പെഷ്യൽ കറിയാണ്, നെച്ചാള. അതിനായിട്ട് കുറച്ച് നെച്ചാള എനിക്ക് കിട്ടിയിട്ടുണ്ട്. നെച്ചാള കുറച്ച് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇടിക്കല്ലിൽ വെച്ച് ചതച്ചത്, ഒരു തക്കാളി, 1.5 സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് കറിവേപ്പില. ഇത്രയാണ് നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ. നമുക്കത് തയ്യാറാക്കാം. അതിനു വേണ്ടി സ്റ്റൗ കത്തിച്ച് ഒരു ചട്ടി അടുപ്പത്തോട്ട് വെച്ച് ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ചൂടായി അതിലോട്ട് ഒരു നുള്ള് ഉലുവ ഇട്ട് കൊടുത്ത് നമുക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം. നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമണം വരെ മാറുന്നത് വരെയും അതൊന്ന് നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ഇളക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്ന് ഇനി നമുക്ക് ഒരു കളറും ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു തക്കാളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. അതിനെ ഒന്ന് ഇളക്കി തീ ഒന്ന് കുറച്ച് വെച്ച് ഇതിനെ ഒന്ന് നമുക്ക് അടച്ച് വെച്ച് ആവിയിൽ വേവിക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. തക്കാളിയെല്ലാം ഉള്ളിയായിട്ടൊക്കെ ഒന്ന് വഴന്ന് സെറ്റായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് തീ കുറച്ച് വെച്ചിരിക്കണം. ഇളക്കിയിട്ട് ഇതിനെ ഒന്ന് നമുക്ക് ആവിയിൽ ഒന്നുകൂടി അടച്ച് വയ്ക്കുക, ഒരു 2 മിനിറ്റ്. നമുക്ക് തുറക്കാം. ഇതെല്ലാം നല്ല ഒന്ന് വഴന്ന് അതിൻ്റെ മുളക് പൊടിയുടെയൊക്കെ പച്ചമണം മാറി ഇതിലോട്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 2 കുടംപുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഒഴിച്ച് ഒരു തുള്ളി വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് തിളപ്പിക്കാം. അടുപ്പ് അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കലക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൊടുക്കുക. ഇനി ഒന്ന് തിളക്കട്ടെ. നമുക്ക് അടുപ്പ് തുറന്ന് നോക്കാം. അതേ കറിയൊക്കെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീൻ പറക്കില്ല ചാള, നല്ല നെച്ചാള, പനിഞ്ഞിലൊക്കെ ഉള്ളത്. ചില സ്ഥലങ്ങളിൽ മത്തി എന്ന് പറയും, നമ്മളിവിടെ ചാള എന്ന് പറയും. അതിൽ നമുക്ക് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കും. അടപ്പൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. ഇത് തുറന്ന് തന്നെ ഇരിക്കട്ടെ. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കുറുകി വരട്ടെ. ചാളയെല്ലാം കറിയെല്ലാം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ടിട്ട് അതിലോട്ട് ഒരു തുള്ളി വെളിച്ചെണ്ണ താളിച്ചു കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് ഒരു 2 മിനിറ്റ് അടച്ചു വയ്ക്കാം. ചാളക്കറി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇത് നല്ല അടിപൊളി ചീനി ഉടച്ചത് ഈ ചാളക്കറിയും കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്കും കമൻറ്റും ഷെയർ സബ്സ്ക്രൈബ് തന്ന് എന്നെ ഒന്ന് ഫോളോ ചെയ്യണേ.